ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടി റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഭാസ്കരൻ പറയുന്നു, ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്റെ നിശ്ചയമാ. അപ്പോൾ നിധി പറയുകയാണ്, എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ പാടുള്ളായിരുന്നു, വേറെ ആരും പാടില്ലായിരുന്നു. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ എന്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോ പോലും എനിക്ക് ഒരു റൂൾസും ബാധകമല്ലായിരുന്നു. നീ ഇതെന്തു ഭാവിച്ചിട്ടാ? മുറ്റത്ത് നിന്ന് വെടി കത്തിക്കരുത്, തുപ്പരുത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ? ദിസ് ഇസ് മൈ ഹൗസ്, ഇവിടെ മൈ റൂൾസ് ഉള്ളി. ഓക്കെ. സുധീഷ് പറയുന്നു, നിധി ഒരു നല്ല കാര്യമല്ലേ പറഞ്ഞത്? ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കാണ്, അത് പറയാൻ നീ ആരാടാ? നീ നിന്റെ ചുമതല ആദ്യം ചെയ്. കല്യാണം കഴിഞ്ഞ ഒരു പാവം പെൺകുട്ടിയെ മുറിയിൽ അടച്ചിട്ടിട്ട് നീ ഇവന്മാരുടെ കൂടെ കിടന്നുറങ്ങുന്നവനല്ലേടാ നീ. ഷെയിംലെസ് ബാച്ചിലർ ബോയ്. അരികിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു, അച്ഛനിങ്ങ വന്നേ. അങ്ങനെ സുഭാഷ് കയ്യിൽ പിടിച്ചു വലിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, കൈ വിടടാ. വീണ്ടും പുറത്തേക്ക് തുപ്പുകയാണ് ഭാസ്കരൻ. സുഭാഷ് ചോദിക്കുന്നു, എന്താ അച്ഛാ ഇത്? നീ കൈ വിടടാന്ന് പറഞ്ഞ് ഭാസ്കരൻ അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ സുഭാഷും പോകുന്നു. നിധി പറയുന്നു, ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല. ആ പാവം സുഭാഷേട്ടൻ കഷ്ടപ്പെടുന്നത് നിങ്ങളല്ലാതെ വേറെ ആരും മനസ്സിലാക്കാനില്ല, അതുകൊണ്ടാ. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുന്നു, ഇയാളെ ആദ്യം ഇവിടെ നോടിക്കണം. എന്ത് പറയണമെന്ന് അറിയാത്ത ഒരാള്. ഹരീഷ് പറയുന്നു, അച്ഛന് മാത്രമല്ലല്ലോ ഈ സംശയം, അതെല്ലാവർക്കും ഉള്ളതല്ലേ. അങ്ങനെ ഹരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ മുറ്റം കാണിച്ചുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, മൊത്തത്തിൽ എങ്ങനെയുണ്ട്? സുധീഷ് പറയുകയാണ്, ഓ പിന്നെ തീരെ നന്നായില്ല. നികേഷ് പറയുന്നു, അച്ഛൻ തുപ്പിയില്ലായിരുന്നെങ്കിലേ മൊത്തം സെറ്റായേനെ. തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗോപി. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് ഗോപി പറയുന്നു, ഞാനാണ് മോളെ, ഗോപി പോലീസ്. മനസ്സിലായില്ലേ? കുട്ടിയുടെയും സുധീഷിന്റെയും കല്യാണം നടത്തി തന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്. ഗോപി സാർ. നിധി സംശയത്തോടു കൂടി മനസ്സിൽ പറയുന്നു, എന്തിനാ എന്നെ വിളിക്കുന്നത്? ഗോപി ഹലോ എന്ന് പറയുമ്പോൾ നിധി പറയുന്നു, ആ സാർ. ഗോപി ചോദിക്കണ്ട, സുഖമല്ലേ? ആ സുധീഷ് നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? നിധി പറയുന്നു, അതെ സാർ, കുഴപ്പമൊന്നുമില്ല. ഗോപി ചോദിക്കുന്നു, കുറെ ആണുങ്ങൾ മാത്രമുള്ള വീടല്ലേ അത്, അവരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമുണ്ടോ? നിധി പറയുകയാണ്, അയ്യോ സാർ, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും വളരെ നല്ലവരാ. ഗോപി പറയുന്നു, അപ്പൊ സുധീഷ് നല്ലവൻ, അവന്റെ വീട്ടുകാരും വളരെ നല്ലവൻ, അങ്ങനെയല്ലേ? അതെ സാറിന് നിധി പറയുമ്പോൾ ഗോപി ചോദിക്കാണ്, പിന്നെന്തിനാ കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത്? ഇത് കേട്ട് നിധി ഞെട്ടി സാറിന് വിളിക്കുമ്പോൾ ഗോപി പറയുന്നു, പറ മോളെ, എന്തിനാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോയത്? നിധി ചോദിക്കുന്നു, അത് സാറിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഗോപി പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം അല്ലേ മോളെ, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ന്യൂസ് കിട്ടാതിരിക്കുമോ? നിങ്ങൾ അപേക്ഷിക്കാൻ പോയ വക്കീലില്ലേ, അയാൾ ആദ്യം ഞങ്ങളോട് ഇത് പറയുന്നത്. ഞങ്ങളെ കണ്ട ചുമ്മാ കളിക്കാനിരിക്കുന്നവരാണെന്ന് തോന്നുമോ? ഒരു ദിവസം വന്ന കല്യാണം നടത്തി തരണമെന്ന് പറയുക, 1-2 മാസം കഴിയുമ്പോൾ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വക്കീലിന്റെ അരികിൽ പോകുക. എന്താ ഇത്, കളിതമാശയാ? നിങ്ങളുടെ അച്ഛൻ എത്രമാത്രം എതിർത്ത കല്യാണമാണെന്ന് അറിയാലോ. ഞങ്ങൾ പോലീസുകാരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാ ഇത് നടന്നത്. എന്തിനാണത് ചെയ്തതെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ? പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേർ അവരെ ചേർത്ത് വെച്ചാൽ അവരുടെ ജീവിതം മനോഹരമാകുമെന്ന് കരുതിയിട്ടാ. നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം റിസ്ക് എടുത്തു എന്നറിയാമോ? അത് മനസ്സിലാക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണോ ചെയ്യുക? നിങ്ങൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞിറങ്ങിയാൽ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കല്യാണത്തിന് എന്ത് വിലയാ ഉള്ളത്? നിധി മനസ്സിൽ പറയുന്നു, ഡിപ്പാർട്ട്മെന്റിന് ഇതിലെന്തിലാ കാര്യം? ഗോപി ചോദിക്കുന്നു, ഹലോ, ലൈനിലില്ലേ? ഉണ്ടെന്ന് നിധി പറയുമ്പോൾ ഗോപി പറയുകയാണ്, ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ നിൽക്കരുത്, മനസ്സിലായോ? ചെയ്യരുതെന്നാ പറഞ്ഞത്. ഈ നമ്പർ സേവ് ചെയ്തു വെച്ചോ. നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എന്നെ വിളിക്കണം, ഞാൻ തീർത്തു വരാം. കേട്ടല്ലോ? ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? ഓവ് സാറിന് നിധി പറയുമ്പോൾ ഗോപി പറയുകയാണ്, ഞാൻ നെക്സ്റ്റ് വീക്കിൽ വിളിക്കും, അപ്പോഴും ഇതേ മറുപടി എനിക്ക് കിട്ടണം. ഇനി ഡിവോഴ്സ് എന്ന് പറഞ്ഞിറങ്ങിയാൽ ആ നിമിഷം ഞാൻ വിവരം അറിയും. കേട്ടല്ലോ? അതുകൊണ്ട് ഇനി ആ ആലോചന വേണ്ട, മനസ്സിലായോ? മനസ്സിലായോന്ന് നിധി പറയുന്നു, ഓവ് സർ. എന്നാ ശരി എന്ന് പറഞ്ഞ് ഗോപി ഫോൺ കട്ട് ചെയ്യുമ്പോൾ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് പാട്ടും കേട്ട് കസേരയിൽ ചാരി കിടക്കുകയാണ് സുധീഷ്. പുറത്തു നിന്ന് ബൈക്ക് കഴുകുകയാണ് ഹരീഷ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന് തട്ടി വിളിച്ചുകൊണ്ട് നിധി പറയുന്നു, സുധീഷേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു. സുധീഷ് ചോദിക്കുന്നു, ഏത് സ്റ്റേഷനിൽ നിന്ന്? നിധി പറയുകയാണ്, നമ്മുടെ കല്യാണം നടത്തിയതേ ആ സ്റ്റേഷനിൽ നിന്ന്. സുധീഷ് ചോദിക്കുന്നു, ഇയാളെയും വിളിച്ചോ? നിധി ചോദിക്കണ, അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? സുധീഷിനെ വിളിച്ചോ? സുധീഷ് പറയുന്നു, പിന്നെ എന്നെ വിളിച്ചിരുന്നു. ആ വക്കീൽ ഒറ്റിയെന്ന് തോന്നുന്നു. ഡിവോഴ്സ് എല്ലാം എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് എന്നെ കുറെ ചീത്ത വിളിച്ചു. നിധി ചോദിക്കുന്നു, ഗോപി സാറാണോ? അതെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അയാൾ തന്നെ എന്നോട് സംസാരിച്ചത്. ഹരീഷ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നു, ഇയാളോട് ഗോപി പോലീസ് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ? എന്നെ വിളിച്ചപ്പോൾ ആ ഇൻസ്പെക്ടർ കൂടി ഫോൺ കൊടുത്തു. എന്തൊരു ചീത്തവിളിയായിരുന്നു. നിധി പറയുന്നു, ഇതൊക്കെ വക്കീൽ എന്തിനാ പറയുന്നത്? ക്ലയന്റിന്റെ കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മാത്രമല്ല ഈ കേസ് നടന്നാലല്ലേ അയാൾക്ക് ഫീസ് കിട്ടൂ. അയാൾ അത് എന്തിനു വേണ്ടെന്ന് വെക്കണം? സുധീഷ് പറയുന്നു, ഇതിപ്പോ എല്ലാം എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഞാൻ എന്താ വല്ല നിയമവും പഠിച്ചിട്ടുണ്ടോ? ഇതിപ്പോ ഈ കാറിന്റെയോ ജീപ്പിന്റെയോ വില കാര്യമാണെങ്കിൽ ഞാൻ പറയാം. നിധി പറയുന്നു, അതല്ല സുധീഷേ, ലോകത്ത് എത്രയോ പേര് ഡിവോഴ്സ് ചെയ്യുന്നു, അതുപോലെയല്ലേ ഇതും. ഹരീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് പറയുന്നു, നിധി പതുക്കെ പറ, ആ നത്തിന്റെ കണ്ണിങ്ങോട്ടാ. നിധി പറയുന്നു, എനിക്ക് ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല. സുധീഷ് പറയുകയാണ്, എടോ, ഈ ഡിവോഴ്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കില്ല പ്രശ്നം, ഇപ്പൊ ഡിവോഴ്സ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. നിധി ചോദിക്കുന്നു, എന്ന് വെച്ചാൽ? സുധീഷ് പറയുന്നു, എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, പൊരുത്തപ്പെടുമോ ഇല്ലയോ എന്നുള്ള
തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് അവർക്ക് തോന്നിക്കാണും. ഇനിയിപ്പം 1 വർഷം കഴിഞ്ഞ് ചിലപ്പോ അവര് സമ്മതിക്കുമായിരിക്കും. നിധി ചോദിക്കുന്നു, അപ്പൊ നമ്മള് 1 വർഷം കാത്തിരിക്കണോന്നാണോ? സുധീഷ് പറയുന്നു, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണെന്നേ. നമ്മളിപ്പോ ഒരു നിയമക്കുരുക്കിൽ പെട്ടുപോയത് കൊണ്ട് വേറൊരു നിവൃത്തിയില്ലാന്ന് തോന്നുന്നു. നിധി പറയുന്നു, ഇതൊക്കെ അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, എനിക്കിതൊക്കെ പുതിയ അനുഭവമാ. സുധീഷ് പറയുന്നു, എനിക്കും അങ്ങനെയാണെന്നേ. നിധി ഇങ്ങനെ എല്ലാത്തിനും ഉത്തരം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാനാ? ഞാനിപ്പം ആരോട് പോയി ചോദിക്കും? നിധി ചോദിക്കുന്നു, എനിക്ക് സംശയം പോലീസുകാർക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോന്നാ. സുധീഷ് പറയുന്നു, എനിക്കും അറിയില്ലെന്നേ, പക്ഷേ ഒന്നുണ്ട്. നിധിയോട് അവര് സോഫ്റ്റ് ആയിട്ടല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നെയാണെങ്കിൽ കൊല വിളിക്കുകയായിരുന്നു. അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നു, എന്താ സുധീഷ് ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിധി പറയുകയാണ്, ഇല്ല, ഒന്നുമില്ല. സുധീഷ് പറയുന്നു, സർ നിങ്ങൾ കോടതിയൊന്നും അല്ലല്ലോ, പ്രശ്നം തീർപ്പാക്കാൻ നിൽക്കാതെ ചെല്ലാൻ നോക്ക്. ഇയാള് ചെല്ല്, നമുക്ക് നോക്കാം. ആ വക്കീലിന്റെ അടുത്ത് മാത്രമല്ല, ഏത് വക്കീലിന്റെ അടുത്ത് പോയാലും അവരറിയുമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോഴാ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. നിധി പറയുന്നു, അത് തന്നെ എന്നോടും പറഞ്ഞത്. സുധീഷ് പറയുന്നു, താൻ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. തൽക്കാലം ഇതിപ്പം ഇങ്ങനെ പോട്ടെ. നിധി പൊയ്ക്കോളൂ, ചെല്ല്, നമുക്ക് ശരിയാക്കാമെന്നേ. ഇത് കേട്ട് നിധി അകത്തേക്ക് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാനായി ഇറങ്ങുന്ന ഗംഗാധരനോട് ധനശേഖരൻ പറയുന്നു, അളിയ ഞാനും കൂടി വരാം. ഗംഗാധരൻ പറയുന്നു, അളിയൻ വരണ്ട, അവരെന്തേലും പറഞ്ഞാ വഴക്കുണ്ടാക്കാൻ നോക്കും. വല്ല കേസിലോ മറ്റോ പെട്ടാല് അളിയന്റെ തിരിച്ചുപോക്ക് ഒരു പ്രശ്നമാകും. ഞാൻ പോയി കാര്യങ്ങൾ അറിയിച്ചിട്ട് വരാം. ലളിത പറയുന്നു, ദേട്ടാ അങ്ങനെ അപേക്ഷിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ. ഗംഗാധരൻ പറയുന്നു, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ലളിതേ, നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ഗംഗാധരൻ അവിടെ നിന്ന് പോകുമ്പോൾ ലളിത പറയുന്നു, എന്റെ ഗംഗേട്ടനെ അറിയില്ല. ഭാസ്കരൻ പത്രം വായിച്ചുകൊണ്ട് പുറത്തിരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഗംഗാധരൻ ചുമക്കുകയാണ്. ഭാസ്കരൻ ശ്രദ്ധിക്കുന്നില്ല. ഗംഗാധരൻ ചോദിക്കുന്നു, എന്താണ് നിനക്ക് തല ഉയർത്തി നോക്കാൻ ഒരു പാട്? എന്നെ പോലെ ഒരാള് ഇവിടെ നിൽക്കുന്നത് അറിഞ്ഞിട്ടും നീ എന്താടാ പേപ്പർ തിന്നോണ്ടിരിക്കുകയാണോ? ഭാസ്കരൻ പറയുന്നു, നിന്നെ പോലെ ഒരുത്തിനെ തല ഉയർത്തി നോക്കാതിരിക്കാൻ വേണ്ടിയാടാ ഞാൻ പേപ്പർ തിന്നോണ്ടിരിക്കുന്നത്. അതുപോലെ മനസ്സിലാകാത്ത മരക്കഴങ്ങൻ. എടാ നീ വന്ന് നിന്നൂന്ന് കരുതി ഞാൻ നിന്നോട് അങ്ങോട്ട് സംസാരിക്കണോ? എടാ ഭാസ്കരൻ എന്തെങ്കിലും മറിഞ്ഞ് പറയാൻ തുടങ്ങിയാലേ നീ ഒന്നും താങ്ങത്തില്ല, മനസ്സിലായോടാ? ഗംഗാധരൻ പറയുന്നു, മതിയടാ, നീ ഇങ്ങനെ സ്വയം തള്ളി മറിക്കല്ലേ. ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് സുഭാഷും ഹരീഷും നികേഷും. ഗംഗാധരൻ പറയുന്നു, ദേ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രം വന്നതാ. ഹരീഷ് ചോദിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കരുതെന്ന് മാത്രമല്ല നിങ്ങൾ ഇങ്ങോട്ടും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അറിയാലോ. നിധിയും അവിടേക്ക് വരികയാണ്. സുധീഷ് പറയുന്നു, ആ അതെ, എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അല്ല, ഒരു പരാതി എഴുതി ഞങ്ങളും കൊടുക്കട്ടെ? ഭാസ്കരൻ പറയുന്നു, എടാ പറഞ്ഞു നിൽക്കാതെ അങ്ങ് എഴുതി കൊടുക്കടാ. കള്ളക്കേസ് കൊടുത്ത തെമ്മാടികൾക്കെതിരെ അത് തന്നെയാ ചെയ്യേണ്ടത്. ഗംഗാധരൻ പറയുന്നു, ദേ ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല. ഭാസ്കരൻ പറയുന്നു, ഓ പിന്നെ ഇയാള് വലിയ ജില്ലാ കളക്ടറുമായിട്ടല്ലേ അടികൂടാൻ പോകുന്നത്, ഒരു തുക്കടാ സാഹിബ്, ഒന്ന് പോടാ. ഗംഗാധരൻ പറയുന്നു, ചീ നിർത്തടാ, പറയാനുള്ളത് പറഞ്ഞിട്ട് പോണോ എനിക്ക്? ഇടയിൽ കയറി സംസാരിക്കാൻ വരല്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, എടാ എന്റെ വീട്ടിൽ വന്ന് എന്നോട് മിണ്ടരുതെന്ന് പറയാൻ നീ ആരാടാ മരമാക്രി? സുഭാഷ് പറയുന്നു, അച്ഛാ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ. ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, എന്റെ അനിയത്തി ലളിതയുടെ മകൾ സുനന്ദയുടെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. ഭാസ്കരൻ പറയുന്നു, മിസ്റ്റർ ഗംഗേട്ടൻ, നിങ്ങളുടെ അനിയത്തി ആ പൂതനയുടെ കല്യാണം ഫിക്സ് ചെയ്തെങ്കിലേ അതങ്ങ് നടത്ത്, അതിന് ഇവിടെ വന്ന അനുവാദം ചോദിക്കാൻ നിൽക്കണമെന്നില്ലല്ലോ. ഗംഗാധരൻ പറയുന്നു, ഓ പിന്നെ നിന്റെ അനുവാദം ഇല്ലെങ്കിൽ നടക്കില്ലല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, അല്ല അതിന് ക്ഷണിക്കാൻ വന്നതാ? ഗംഗാധരൻ പറയുകയാണ്, ദേ ഒരെണ്ണം ആ പരിസരത്ത് വന്നു പോകരുത്. സുധീഷ് പറയുന്നു, അല്ല നിങ്ങൾ വിളിച്ചാൽ പോലും അവിടെ വന്ന് കളയാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, എന്നിട്ടല്ലേ കല്യാണം കൂടാൻ വരുന്നത്? ഗംഗാധരൻ പറയുന്നു, സന്തോഷം, പക്ഷെ ഒന്നുണ്ട്, അതിനു മുമ്പ് സുനന്ദയെ കാണാനോ അവളുടെ മനസ്സ് മാറ്റാനോ ശ്രമിച്ചാൽ അത് നോക്കി ഞങ്ങള് വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. ഭാസ്കരൻ ചോദിക്കുന്നു, എന്തോ ചെയ്യും അതും കൂടി പറ. വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് പേടിക്കാമല്ലോ അല്ലേടെ മക്കളെ? ഗംഗാധരൻ പറയുന്നു, ദേ സുനന്ദ എന്റെ അനുജത്തിയുടെ മകളായിരിക്കും, പക്ഷെ അവളെ വളർത്തി വലുതാക്കിയത് ഞാന്. കൊള്ളാവുന്ന ഒരു സ്ഥലത്തേക്ക് അവളെ കല്യാണം കഴിപ്പിച്ചയക്കുന്നത് ഞാൻ മുൻകൈ എടുത്തിട്ടാ. അതിനിടയിലേക്ക് വന്ന അവളുടെ മനസ്സ് മാറ്റി കല്യാണം കലക്കാൻ ശ്രമിച്ചാൽ വെട്ടിക്കൊന്ന് ജയിലിൽ പോകാനും ഞാൻ മടിക്കില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, അത് കലക്കി. ഗംഗാധരൻ ചോദിക്കാണ്, എന്താടാ കാണണോ? ഹരീഷ് പറയുന്നു, ആ കാണണം. അവൾ സുധീഷ് പറയുകയാണ്, അതെ ഞങ്ങൾക്കും അതൊന്ന് കാണണം. എടാ വേണ്ടാന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, കാണിക്കട്ടെന്നേ. ഭാസ്കരൻ പറയുന്നു, എടാ അങ്ങേരൊരു കോമഡി പറഞ്ഞപ്പോൾ അത് കേട്ട് ചിരിക്കാതെ തിരിച്ച് ദേഷ്യപ്പെടുന്നോ പിള്ളേര്? നിങ്ങൾക്കൊക്കെ കോമഡി മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ലേടാ? എടാ ഹിപ്പോപ്പൊട്ടാമസേ, ഇപ്പൊ പറഞ്ഞ കോമഡി ഓക്കെ, പക്ഷെ ഇനി അത് പറഞ്ഞാൽ അത് നടപ്പിലാക്കി ജയിലിലേക്ക് പോകുന്നത് ഞാനായിരിക്കും. ഗംഗാധരൻ പറയുന്നു, നിനക്ക് ജയില് പുതിയ കാര്യമല്ലാന്നറിയാം, പക്ഷെ അതുകൊണ്ട് നിന്റെ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്റെ അനിയത്തിയുടെ മകളുടെ കാര്യത്തിൽ ഈ വീട്ടിലെ ഒരുത്തനും തലയിട്ട് പോകരുതെന്ന മുന്നറിയിപ്പ് തരാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ആ കല്യാണം നല്ല രീതിയിൽ നടക്കണം, ഇവിടുന്ന് ഒരു ചെറിയ ശബ്ദം പോലും അങ്ങോട്ട് വരരുത്, അത് പറഞ്ഞിട്ട് പോകാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്, ഓർത്തു വെച്ചോ. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ഇത് കണ്ട് സുധീഷ് പറയുന്നു, അതെ കുറെ നേരം ആയല്ലോ ഡയലോഗ് തുടങ്ങിയിട്ട്, ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നോ? ഇല്ലല്ലോ. അല്ല അല്ലെങ്കിൽ
എന്തെങ്കിലും പറഞ്ഞ വഴക്കുണ്ടാക്കിയോ? നിങ്ങൾ മാത്രം ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്തിനാ? ഹരീഷ് പറയുന്നു, നിങ്ങൾ വളർത്തി വലുതാക്കിയ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. ആ കുട്ടിയായിട്ട് ഞങ്ങളുടെ സുഭാഷേട്ടൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭാസ്കരൻ പറയുന്നു, വളർത്തിയതിന്റെ ഗുണം കൊണ്ടായിരിക്കും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരുന്നത്. പടി കടന്നു പോകരുതെന്ന് മുഖത്ത് നോക്കി ചീത്ത വിളിച്ചാലും പിൻവാതിലിലൂടെ നുഴഞ്ഞു കയറുന്നവള് ചില പൂച്ചയുടെ ജന്മം. സുധീഷ് പറയുന്നു, അതുകൊണ്ട് ഇവിടെ വന്ന് നിന്ന് വലിയ നാവാട്ടമൊന്നും വേണ്ട കേട്ടോ. ആദ്യം പോയി അവളെ അടങ്ങി നിൽക്കാൻ പഠിപ്പിക്കുക. ഭാസ്കരൻ പറയുന്നു, അതെ, അല്ലെങ്കിലേ കല്യാണത്തിന്റെ അന്ന് മണ്ഡപത്തിലേക്ക് വരുന്നതിന്റെ പകരം പെണ്ണെന്റെ അടുക്കള വാതിലിലൂടെ നുഴങ്ങി അങ്ങ് അകത്തേക്ക് വരും. ഇത് കേട്ട് ഗംഗാധരൻ ദേഷ്യത്തോടുകൂടി ഭാസ്കരന്റെ നേരെ വരുമ്പോൾ ഭാസ്കരൻ പറയുന്നു, പോടാ. ഗംഗാധരൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, തിരിഞ്ഞു നോക്കാതെ പോടാ. തുടർന്ന് നികേഷും നിധിയും ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് പോകാമെന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുന്നു, വരട്ടെ, കുറച്ചുനേരം ഇവിടെ ഇരിക്കാം. അരികിലേക്ക് ഇരുന്ന് നികേഷ് പറയുന്നു, ഭയങ്കര ഭക്തിയാണല്ലോ. നിധി പറയുന്നു, ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ അമ്പലത്തിൽ കുറച്ചുനേരം ഇരിക്കുന്നതേ അതുകൊണ്ട് മാത്രമല്ല, മനസ്സിനൊരു സമാധാനം കിട്ടാനും അത് നല്ലതാ. ഈ സമയം സുനന്ദ ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ്. സുനന്ദയൊന്ന് ശ്രദ്ധിച്ചിട്ട് നിധി ചോദിക്കുന്നു, നിങ്ങൾ എത്ര കാലമായി പരസ്പരം മിണ്ടാതെ? ആരെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നിങ്ങളും അമ്മായിയും വല്യച്ഛനും ഒക്കെ ആയിട്ട് നിങ്ങൾ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാതായിട്ട് എത്ര നാളായെന്നാ ഞാൻ ചോദിച്ചത്. നികേഷ് പറയുന്നു, ഞാൻ ജനിച്ച കാലം മുതലേ അങ്ങനെ തന്നെയാ. അച്ഛൻ ജയിലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അന്ന് തുടങ്ങിയതാ. പിന്നീട് അവർക്കാർക്കും വീടുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. നിധി ചോദിക്കുന്നു, അപ്പോ സുനന്ദ മാത്രമാണോ വീട്ടിലേക്ക് വരാത്തത്? നികേഷ് പറയുകയാണ്, അതും മുൻവശം വഴി വരാറില്ലല്ലോ, പിൻവശത്തൂടെ വന്ന് സുഭാഷേട്ടനെ കണ്ട് തിരിച്ചു പോകാറല്ലേ പതിവ്. ആ പേരും പറഞ്ഞ അമ്മായി ചേച്ചി ഒരുപാട് തല്ലിയിട്ടുണ്ട്, എന്നാലും പിന്നെയും പിറ്റേ ദിവസം വരും. നിധി പറയുന്നു, അത് സുഭാഷേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? നികേഷ് പറയുന്നു, അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. നിധി പറയുന്നു, മറ്റുള്ളവർ അറിയുന്നത് എന്തിന്? സുഭാഷേട്ടൻ അറിഞ്ഞാ പോരെ. സുഭാഷേട്ടന്റെ ഉള്ളിലും സുനന്ദയോട് ഇഷ്ടമുണ്ട്, ആ കണ്ണിൽ നോക്കിയാൽ അത് കാണാം. സുനന്ദയെ നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരലിവ്. നികേഷ് പറയുന്നു, അതുകൊണ്ട് എന്ത് കാര്യം? നടക്കുന്ന കാര്യമല്ല ഏട്ടത്തി. സുഭാഷേട്ടന് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. പൊതുവെ സ്വന്തമായി ഒന്നും ആഗ്രഹിക്കാത്ത മനുഷ്യനാ. ഈ വിഷയത്തിലും സുഭാഷേട്ടൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ സമയം അരികിലേക്ക് വന്ന സുനന്ദ ചോദിക്കുന്നു, കുറെ നേരമായോ ഇവിടെ വന്നിട്ട്? ഞാൻ കണ്ടില്ല. സുഖമായിരിക്കുന്നു. നികേഷ് ചോദിക്കുന്നു, എന്തിനാ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത്? നിങ്ങൾ വന്ന് സംസാരിക്കും, അതറിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാർ വന്ന പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ വെറുതെ? തൊഴാൻ വന്നാൽ തൊഴുതിട്ട് പോയാ പോരെ. നിധി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ നികേഷ്. അപ്പോൾ നികേഷ് ചോദിക്കണം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏട്ടത്തി? ഇവര് വന്ന് സംസാരിക്കും, പിന്നെ ഞാൻ എന്തോ തെറ്റു ചെയ്തതുപോലെ പോലീസ് വന്ന് നിൽക്കും. നിധി പറയുന്നു, മതിയടാ വേണ്ട. അപ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി മിണ്ടാതിരിക്കുക. ഇപ്പൊ എന്തിനാ നമ്മളോട് വന്ന് സംസാരിക്കുന്നത്? പോകാൻ പറ. നിധി പറയുന്നു, നീ ഒരു കാര്യം ചെയ്യ്, പോയി പുഷ്പാഞ്ജലിക്ക് ഒരു ചീട്ടാക്ക്. ഇപ്പൊ എന്നെ എന്തിനാ ഇവിടെ നിന്ന് ഓടിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, പോയിട്ട് വാ, ഒരു 5 മിനിറ്റ്, ആ കുട്ടിക്ക് എന്തോ പറയാനുണ്ട്, അതാ. നികേഷ് പറയുന്നു, ഏട്ടത്തി ഇവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. നിധി പറയുന്നു, നീ ചെല്ല്, ഞാൻ സംസാരിക്കട്ടെ. ഇത് കേട്ട് നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സുനന്ദയുടെ കയ്യിൽ പിടിച്ച നിധി പറയുന്നു, വാ വന്നിരിക്കെ. സുനന്ദ ചോദിക്കുന്നു, ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളായി അല്ലേ? അതാ നികേഷിന് എന്നോട് ഇത്ര ദേഷ്യം. അതേന്ന് നിധി പറയുമ്പോൾ സുനന്ദ പറയുകയാണ്, വീട്ടിൽ വെച്ച് കല്യാണം തീരുമാനിച്ചു. നിധി പറഞ്ഞത് ശരിയാ. ഒന്നുകിൽ ഞാൻ സുഭാഷേട്ടന്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കണം. എനിക്ക് രണ്ടിനും പറ്റുന്നില്ല. അച്ഛൻ ഏർപ്പാടാക്കിയ വിവാഹം എനിക്കിഷ്ടമല്ല, പക്ഷെ ഇത് പറയാനോ എതിർത്ത് നിൽക്കാനോ ഉള്ള ശേഷി എനിക്കില്ല. സുഭാഷേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാ. മരിക്കുന്നത് വരെ അത് മാറുകയില്ല. മരണം വരെ അതോർത്ത് കരയാനായിരിക്കും എന്റെ വിധി. കുട്ടിക്കാലം മുതലേ എന്നോട് മുഖം കറുത്ത ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല സുഭാഷേട്ടൻ. അവിടെയുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യമാ. പക്ഷേ സുഭാഷേട്ടൻ അങ്ങനെയല്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ശരി, എന്റെ വീട്ടുകാര് സുഭാഷേട്ടനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ എനിക്ക് ധൈര്യമില്ല. ഇടയ്ക്ക് ഞാനും നിധിയെ പോലെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയാലോ എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു, പക്ഷേ എനിക്ക് അതിനുള്ള കഴിവില്ല. ഒരു കാര്യം മാത്രം എനിക്കറിയാം, എന്റെ സന്തോഷം എന്നേക്കുമായി മരിച്ചുപോയി നിധി. ഇനി ഒരിക്കലും അതുണ്ടാകില്ല. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുനന്ദ അവിടെ നിന്ന് പോവുകയാണ്. നിധി വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഡിവോഴ്സിനായി നിധിയും സുധീഷും പോയി കണ്ട വക്കീലിന്റെ ജൂനിയർ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. ഹരീഷിനെ മാറ്റി നിർത്തി ആ വക്കീല് പറയുന്നു, നിന്റെ ചേട്ടനില്ലേ ആ ഡ്രൈവർ? ഹരീഷ് പറയുന്നു, ആ സുധീഷ് ചേട്ടൻ. അപ്പോൾ വക്കീല് പറയുകയാണ്, ആൾ ഓഫീസിൽ വന്നിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു കൂടെ, അവർക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ഹരീഷ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി വീട്ടിലേക്ക് വന്ന ഹരീഷ് സുധീഷിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ബഹളം വെക്കുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് ഓടി വരികയാണ് സുഭാഷും നികേഷും. ഹരീഷ് ചോദിക്കുന്നു, ഡിവോഴ്സ് ചെയ്യാൻ വക്കീലിനെ കാണാൻ പോയോന്ന്? ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നികേഷും സുഭാഷും. നിധിയും അവിടേക്ക് വരുന്നു. സുധീഷിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, ഇതിനു വേണ്ടിയാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വഴക്കും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയി വിവാഹം കഴിച്ചത്? ഇതെല്ലാം കേട്ട് ഞെട്ടി കണ്ണു നിറഞ്ഞ നിധി പറയുന്നു, സുധീഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനാ ഡിവോഴ്സ് ചോദിച്ചത്. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് ഹരീഷും നികേഷും. സുഭാഷ് വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് സുഭാഷ് സത്യങ്ങളെല്ലാം ഹരീഷിനോടും നികേഷിനോടും തുറന്നു പറയുകയാണ്. സുധീഷും നിധിയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് എങ്ങനെയാണ് അവരുടെ വിവാഹം നടന്നതെന്ന്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.